ഇപ്പൊ ധ്രുവ് റാഠിയുടെ ഒരു പുതിയ വീഡിയോ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ ഉടനെ തന്നെ 44 ലക്ഷം പേരാണ് കണ്ടിട്ടുള്ളത്, ഏതാണ്ട് 2-3 മണിക്കൂറിന്റെ ഇടയിൽ. അപ്പൊ വിഷയം മറ്റൊന്നുമല്ല, വിഷയം നമ്മൾ സാധാരണഗതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. പക്ഷെ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ധ്രുവ് റാഠി ഈ കാണിച്ചിട്ടുള്ളത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ അപ്പപ്പൊക്കെ സംസാരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതായത് സമൂഹത്തിൽ ലവ് ജിഹാദ് ഉണ്ട്, അതേപോലെ തന്നെ മുസ്ലിം ചെറുപ്പക്കാർ ഇങ്ങനെ ഹിന്ദു പെൺകുട്ടികളെ നോക്കി നടക്കാൻ കൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങിയ രീതിയിലുള്ള ഒരുതരം ബ്രെയിൻ വാഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ബ്രെയിൻ വാഷിംഗ് മുഴുവൻ നടത്തുന്നത് ഹിന്ദുക്കളെ തന്നെയാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ധ്രുവ് റാഠി ഊന്നി ആ വീഡിയോയിൽ പറയുന്നത്. അതായത് ഹിന്ദുക്കളെ ഭയപ്പെടുത്തുക, അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരുപാട് വഴികളുണ്ട്. അതിലത്തെ ഒരു വഴിയാണ് നമ്മളുടെ ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നു, കഴുത്തറുത്തെടുക്കുന്നു, ഫ്രിഡ്ജിൽ വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങൾ ആവർത്തിച്ച് ചർച്ച ചെയ്യുകയും അത് ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഹിന്ദുക്കളെ ഭയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ഒരു തന്ത്രം കൃത്യമായിട്ട് ധ്രുവ് റാഠി അത് ഉദാഹരണ സഹിതം തന്നെ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ധ്രുവ് റാഠി ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഏത് രൂപത്തിലാണ്, എപ്പോ നോക്കിയാലും ഹിന്ദുക്കൾ അപകടത്തിലാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഈ BJP-കാർക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ BJP ഇല്ല, ഹിന്ദുക്കളെ ഭയപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ BJP എന്ന പാർട്ടിയും ഇല്ല, അവരുടെ ആശയമില്ല, ഒന്നുമില്ല. കാരണം അവർക്ക് പ്രത്യേകിച്ച് ആശയമൊന്നുമില്ലല്ലോ. ആകെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെ ആട്ടി ഓടിക്കുക, ഹിന്ദു രാഷ്ട്രം പണിയുക, ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള വഴികളാണ് ഈ അമ്പലത്തിലേക്ക് കല്ലെടുത്തെറിയുക, അമ്പലത്തിലേക്ക് ബോംബെടുത്തെറിയുക, അമ്പലത്തിന്റെ ഉള്ളിലേക്ക് മാംസം വലിച്ചെറിയുക, അങ്ങനെ നിരവധി സംഭവങ്ങളെ കുറിച്ചിട്ടും ഈ ധ്രുവ് റാഠി ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഓരോ ഉദാഹരണ സഹിതം തെളിവ് സഹിതമാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോ ഏതായാലും ധ്രുവ് റാഠിയുടെ ഈ ഒരു വീഡിയോയിലത്തെ മറ്റൊരു മർമ്മപ്രധാനമായ കാര്യമായ ഈ ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിങ്ങൾ കഴുത്തറുത്തെടുക്കാൻ വേണ്ടി നോക്കുന്നു എന്നുള്ള ഭാഗം തന്നെ പരിശോധിക്കാം. അപ്പൊ ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ ധ്രുവ് റാഠി പറയുന്നത് ഹിന്ദുക്കളെ ഭയപ്പെടുത്താനും അതുപോലെ തന്നെ ഇരവാദം ഉന്നയിക്കാനും അതേപോലെ തന്നെ ഈ വോട്ട് ഒരു പാർട്ടിക്ക് കിട്ടാനും വേണ്ടിയിട്ട് നടത്തുന്ന തന്ത്രങ്ങളുണ്ടല്ലോ, ആ തന്ത്രങ്ങളിലത്തെ 4 ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. അതിൽ ഇവർ ചെയ്യുന്ന 4 ഭാഗങ്ങളിൽ ആദ്യം ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, ഈ ഹിന്ദു എന്ന് പറയുന്നത് വലിയ ഒരു നല്ല സുവർണകാലം ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ചരിത്രപരമായ രീതിയിൽ ആർഷ ഭാരത സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുക. അതാണ് ഒന്ന്. രണ്ടാമത്തേത്, നിങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഈ മുസ്ലിങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നിഷ്കളങ്കതയെ മുതലെടുത്തുകൊണ്ട് നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. 2. മൂന്നാമത്തത്, ഹിന്ദുത്വം അപകടത്തിലാണ്, ഏത് നിമിഷം വേണമെങ്കിലും മുസ്ലിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി നിങ്ങളൊക്കെ വെട്ടിക്കൊല്ലും, നിങ്ങളുടെ ധനം മുഴുവൻ അടിച്ചു മാറ്റും എന്നുള്ള മറ്റൊരു നെറേറ്റീവ്. അങ്ങനെ 3 വഴി. 4ാമത്തെ വഴിയാണ്, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യുക എന്നുള്ള 4ാമത്തെ നെറേറ്റീവ്. ഇങ്ങനെ ഇത് കൃത്യമായിട്ട് കഴിഞ്ഞ 75 വർഷമായി പറഞ്ഞിട്ടാണ് ഇപ്പോ ഈ BJP ഭരണത്തിലൊക്കെ തന്നെ എത്തിയിട്ട് പോലും ഉള്ളത് എന്നതാണ് ഈ ധ്രുവ് റാഠി പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ 4 നെറേറ്റീവില് ഒരു നെറേറ്റീവാണ് വലിയ ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഞാൻ. ഹിന്ദു എന്ന് പറഞ്ഞാൽ വലിയ ആർഷഭാരത സംസ്കാരം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ BJP-കാർ നടന്ന് പ്രചരിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഹിന്ദു മതത്തിൽ ജനിച്ചവർ വലിയ ഭാഗ്യവാന്മാരാണ്, അവർ ഉയർന്നവരാണ് എന്നുള്ള ഒരു പൊതുബോധം സ്ഥാപിക്കുകയാണ് ആദ്യമായി ചെയ്യുന്നത്. അതിന്റെ ഉദാഹരണം ചെറിയൊരു വീഡിയോയിൽ കൂടി നമുക്കത് കാണാം. हिंदू धर्म में जिस व्यक्ति का जन्म होता है वो व्यक्ति बहुत ही भाग्यशाली होता है. അതായത് രാജാ സിംഗ് എന്ന് പറയുന്ന ഒരു BJP MP ആണ്. മൂപ്പർ പറയുന്നത് ഹിന്ദു മതത്തിൽ ജനിച്ചവർ വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ ആർത്ത് വിളിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ സത്യത്തിൽ ഇതിന്റെ അന്തരംഗത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആകെ ജാതീയതയാണ്. സവർണന്റെ കിണറിന്റെ അടുത്തേക്ക് വരികയോ പാടത്തേക്ക് പോവുകയോ ചെയ്താൽ പിന്നെ 5000 ചെരുപ്പൂരിട്ടുള്ള അടിയും 50,000 രൂപ പിഴയൊക്കെയാണ് നമുക്കറിയാം. അമ്പലത്തിലൊന്നും കയറാൻ പാടില്ല. ദ്രൗപദി മുർമുവിനെ പോലും അമ്പലത്തിലേക്ക് അടുപ്പിക്കാത്ത ടീംസാണ് എന്നൊക്കെ നമുക്ക് വേറെ അറിയാം. പക്ഷെ ഇവർ പറയുന്നത് ഇങ്ങനെ ഈ രൂപത്തില് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു മതത്തിൽ ജനിച്ചാൽ വലിയ ഉയർന്ന ഭാഗ്യവന്മാരാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചും ഈ ധ്രുവ് റാഠി കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷമാണ് മോദി ദൈവമാണ്, മോദിക്ക് മാത്രമേ ഹിന്ദുക്കളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ള മറ്റൊരു നെറേറ്റീവ് ഉണ്ടാക്കുക. അതിനെ കുറിച്ചും ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം. അങ്ങനെ എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കുക, മോദി ദൈവമാണ്, ദൈവത്തിന്റെ അവതാരമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ മോദിനെ ഒരു ഹിന്ദുക്കളുടെ ഐക്കോണാക്കി മാറ്റുക എന്നതാണ്
അടുത്ത അടവ്, ആ അടവൊക്കെ കുറക്കെ വിജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഓക്കെ, ഇതിനൊക്കെ ശേഷമാണ് എങ്ങനെയാണ് ഹിന്ദുക്കളെ ഭയപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ടാണ് ഈ മാംസമൊക്കെ കൊണ്ടുപോയിട്ട് അമ്പലത്തിലേക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇത് മുസ്ലിങ്ങളാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് കുറെ ഇതുപോലത്തെ കേസുകൾ പിടിക്കപ്പെട്ടതിലൊക്കെ തന്നെ ഹിന്ദു നാമധാരികൾ തന്നെയായിരുന്നു, അതായത് BJP-ക്കാർ തന്നെ ആയിരുന്നു ഈ വക അമ്പലത്തിലേക്ക് ബോംബെറിയിലും മാംസമേറിയിലൊക്കെ നടത്തിയത് എന്ന് ഓരോരോ കേസും തെളിഞ്ഞ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന്റെ അടുത്ത അടവാണ്, ഇതൊന്നും ഫലിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അടുത്ത അടവാണ് ഇങ്ങനെ ഈ ഇന്ത്യ പറഞ്ഞ വലിയൊരു രാജ്യമാണ്, കോടിക്കണക്കിന് ജനങ്ങളുണ്ടല്ലോ, അത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ക്രൈം ചെയ്യാതിരിക്കില്ലല്ലോ, ഒരുപാട് ക്രൈം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതില് കൃത്യമായിട്ട് മുസ്ലിം പേരുള്ളവരുടെ മാത്രം ചെറിപ്പിക്ക് ചെയ്തുകൊണ്ട് പിന്നെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ്. അതായത് കണ്ടോ, ഈ മുസ്ലിങ്ങൾ കണ്ടില്ലേ ഹിന്ദു പെൺകുട്ടികളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നു, ഹിന്ദുക്കളെ മുഴുവൻ നശിപ്പിക്കാനുള്ള അവരുടെ ത്വരയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ കഥകൾ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയ ഒരു കഥയായിരുന്നു നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഈ സ്ക്രീനിൽ കാണുന്ന ശ്രദ്ധ വാക്കർ എന്ന് പറയുന്ന ഒരു ഹിന്ദു സ്ത്രീ, ആ ഹിന്ദു സ്ത്രീയുടെ കാമുകനായിരുന്നു അഫ്താബ്. അവർ കാമുകന്മാരാണ്, ആരും ഒന്നും നിർബന്ധിച്ചിട്ടൊന്നുമില്ല എന്ന് മാത്രമല്ല ഇന്നത്തെ സ്റ്റൈലില്, അതായത് സത്യത്തിൽ ഇവർക്ക് മതത്തിൽ വിശ്വാസമൊന്നുമില്ല, അതുകൊണ്ട് ഇവര് ലിവ് ഇൻ ടുഗദർ ആയിട്ടാണ് ജീവിക്കുന്നത്. ലിവ് ഇൻ ടുഗദർ ഏതായാലും ഇസ്ലാം മതത്തിലില്ല, ഹിന്ദു മതത്തിലില്ലല്ലോ. എന്ന് വെച്ചാൽ ഇത് രണ്ടുപേരും മതവിശ്വാസികൾ പോലുമല്ല, പക്ഷെ അവരുടെ പേരെടുത്തിട്ട് വലിയ ഇഷ്യൂ ആക്കി. എന്താ സംഭവം, ഈ അഫ്താബ് എന്ന് പറയുന്ന ആള് ഈ ഒരു ശ്രദ്ധയെ കൊന്നിട്ട് വെട്ടി നുറുക്കിയിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോലീസ് പിടിക്കുന്നു. അതോടുകൂടിയിട്ട് ഈ ഒരു വാർത്ത സന്തോഷദായകമായ രൂപത്തിലാണ് BJP കേന്ദ്രങ്ങൾ സ്വീകരിക്കുന്നത്. കാരണം അവർക്ക് എന്താണോ വേണ്ടിയിരുന്നത് അത് കിട്ടി. കാരണം മുസ്ലിം ചെറുപ്പക്കാരൻ ഹിന്ദു സ്ത്രീയെ കൊന്നു, അവർ മതവിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും ഇവിടെ ഒരു പ്രശ്നം തന്നെയല്ല. മുസ്ലിം ഹിന്ദു കിട്ടിയോ, അതും ഹിന്ദു, പാവം ഒരു ഹിന്ദു പെൺകുട്ടിനെ കണ്ടോ, ഒരു മുസ്ലിം ഭീകരൻ വെട്ടി കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചോ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചർച്ച. ഈ അടുത്ത കാലത്ത് ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട വേറെ ഒരു കൊലപാതകം ഉണ്ടാവില്ല. അപ്പൊ ഈ രൂപത്തിലുള്ള വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുക വേറെ ഒരു ക്രൈമും ഇന്ത്യയിൽ സംഭവിക്കുന്നില്ല എന്ന് തോന്നി. ഇപ്പൊ ആ രൂപത്തിലാണ് ചർച്ച നടത്തിയത്. മാത്രമല്ല BJP-യുടെ ഒരുപാട് നേതാക്കന്മാർ ഈ ഒരു സംഭവത്തിനെ ആസ്പദമാക്കി പല തരത്തിലുള്ള വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതിലത്തെ ഒരു വ്യക്തിയാണ് ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂർ. ആ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് പറഞ്ഞത് എല്ലാ ഹിന്ദു സ്ത്രീകളും കയ്യിൽ ഒരു കത്തി സൂക്ഷിക്കണം, കാരണം നിങ്ങളെ കൊല്ലാൻ വേണ്ടി മുസ്ലിങ്ങൾ വരുമ്പോൾ അവരുടെ തല എറിഞ്ഞെടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അത് ഈ ഒരു സംഭവത്തിന്റെ പുറത്തായിരുന്നു പറഞ്ഞത് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ധ്രുവ് രാഠി ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഈ മുസ്ലിങ്ങൾ ഹിന്ദു പെൺകുട്ടികളെ കൊല്ലുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് അബ്ദുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മുസ്ലിം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ BJP കേന്ദ്രങ്ങളൊക്കെ പറയുന്നത് എന്റെ അബ്ദുൽ ഇങ്ങനെയല്ല, പരിഹാസാട്ടോ, എന്റെ അബ്ദുൽ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാല് അതായത് ഈ മുസ്ലിം പുരുഷന്മാര് ഹിന്ദു സ്ത്രീകളെ കൊല്ലുന്നില്ല എന്നുള്ള പരിഹാസ രൂപമായ രീതിയിലാണ് എന്റെ അബ്ദുൽ ഇങ്ങനെയല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ധ്രുവ് രാഠി ആ ഒരു വീഡിയോക്ക് അത് തന്നെയാണ് ഹെഡിങ് ഇട്ടതും. അപ്പൊ അങ്ങനെ അബ്ദുൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു സംഭവം വെച്ചിട്ട്. പക്ഷെ ഈ ഒരു ശ്രദ്ധ വാക്കറുടെ സംഭവത്തിന് ശേഷം നിരവധി സംഭവങ്ങൾ, പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചർച്ച ഉണ്ടായതുമില്ല. എന്തുകൊണ്ടുണ്ടായില്ല എന്ന് പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. കാരണം അതിലെ ഒരു മുസ്ലിം എലിമെന്റ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, മൊത്തം ഹിന്ദു നാമധാരികളായിരുന്നു. ഹിന്ദു പുരുഷന്മാര് ഇതേപോലെ മുസ്ലിം സ്ത്രീകളെ വരെ അരിഞ്ഞു തള്ളിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അത് തീരെ വാർത്തയായില്ല, ഇത് മാത്രം വാർത്തയായി. അപ്പൊ അതിനെ കുറിച്ചുള്ള ഓരോരോ വാർത്ത കൃത്യമായിട്ട് തെളിവ് സഹിതമാണ് ധ്രുവ് രാഠി മൂപ്പരുടെ വീഡിയോയിൽ ഇടുന്നത്. ആ വാർത്തകൾ അതേപോലെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇട്ട് കാണിക്കുകയാണ്. അതില് ഫസ്റ്റ് പറയുന്ന ഒരു വാർത്ത എന്താന്ന് വെച്ചാല് 48 വർഷം പ്രായമുള്ള പൂനം എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയും ആ സ്ത്രീയുടെ മകൻ, ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ദാസ് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഭർത്താവിനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് അവരുടെ ഗ്രാമത്തിന്റെ പല ഭാഗത്തും കൊണ്ടുപോയി ഇട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഹിന്ദു സ്ത്രീ ഒരു ഹിന്ദു പുരുഷനെ കൊന്നു. പക്ഷെ ഈ വാർത്ത യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കും വിധേയമായില്ല. കാരണം എന്താണ്, അവിടെ BJP-ക്കാർക്കോ അല്ലെങ്കിൽ മുസ്ലിം വിരോധികൾക്കോ പറ്റിയ ഒരു കഴമ്പ്, ഒരു മസാല അവിടെ കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഈ ദാസ് എന്ന് പറയുന്ന വ്യക്തിയും പൂനം എന്ന് പറയുന്ന അയാളുടെ ഭാര്യയും തമ്മിൽ എന്നും തർക്കങ്ങളായിരുന്നു. അങ്ങനെ മകനെ കൂട്ടിയിട്ട് ഈ ദാസിനെ കശാപ്പ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് ഈ ശ്രദ്ധ വാക്കറിന്റെ കേസിന് ശേഷം നടന്ന ഒരു സംഭവമാണ്, യാതൊരു ചർച്ചയുണ്ടായില്ല.
അതിനുശേഷമാണ് പിന്നെ മറ്റൊരു സംഭവം ഉണ്ടാവുന്നത്. ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത്, അതായത് നിക്കി യാദവ് എന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ആ ഒരു പെൺകുട്ടിയാണ്. വളരെ ചെറുപ്പമുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിനെ സാഹിൽ ഗെഹ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഹിന്ദു പുരുഷൻ കൊല്ലുന്നു. അവർ തമ്മിലും ഇതേപോലെ തന്നെ ലിവിങ് ടുഗദർ ഒക്കെ ആയിരുന്നു. അങ്ങനെ തർക്കങ്ങളായതിനു ശേഷം ഈ ഒരു പെണ്ണ് പറഞ്ഞു എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അതൊന്നും നടക്കൂല, ഞാൻ വെറുതെ നിന്ന് ആസ്വദിക്കാൻ വേണ്ടി കൂടെ കൂട്ടിയതാണെന്നും പറഞ്ഞിട്ട് ആ ഒരു പെണ്ണിനെ ഈ സാഹിൽ ഗെഹ്ലോട്ട് മൂപ്പരെ സുഹൃത്തുക്കളുമായി കൂട്ടിയിട്ട് ഈ ഒരു പെണ്ണിനെ കഴുത്തറുത്ത് കൊല്ലുകയാണ് ചെയ്തത് എന്നാണ് ഈ വാർത്ത പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു ഹിന്ദു പെൺകുട്ടിനെ കൊന്നത് കാരണം വാർത്തയായില്ല. ഹിന്ദു പെൺകുട്ടിക്ക് വേദനയില്ല, ഹിന്ദു പെൺകുട്ടികൾക്ക് പിന്നെ യാതൊരു നഷ്ടവുമില്ല, അവരുടെ ചാരിത്രം പോയില്ല, ഒന്നും പോയില്ല, മരിച്ചു എന്ന് മാത്രമുള്ള ചർച്ച ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, ഈ ഒരു സംഭവത്തിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്താ അറിയോ, ഈ സാഹിൽ ഗെഹ്ലോട്ട് എന്ന് പറയുന്ന ആള് ഈ ഒരു നിക്കി പറഞ്ഞ ഈ സ്ത്രീനെ കൊന്നതിന് ശേഷം അതേ ദിവസം തന്നെ വേറെ സ്ഥലത്ത് പോയിട്ട് മുപ്പര് വിവാഹം കഴിക്കാണ് വേറൊരു സ്ത്രീനെ. അത്രക്കും ക്രൂരമായ സംഗതി ഉണ്ടായിട്ട് പോലും ഒരു ചർച്ച പോലും നടന്നില്ല. ഇതിന്റെ പിന്നിലുള്ള മതമോ ഗ്രന്ഥമോ ഒന്നും തന്നെ ആർക്കും തന്നെ ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യം തന്നെ വന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു വാർത്ത പറയുന്നത്. പിന്നെ അതിനുശേഷം ഇതേപോലത്തെ മറ്റൊരു കൊലപാതകം കൂടി നടന്ന് അതിനെക്കുറിച്ച് ധ്രുവ് റാഠി തന്നെ പറയുന്നത് കേട്ടു നോക്കാം. പിന്നെ ഈ ഒരു കൊലപാതകത്തിൽ ധ്രുവ് റാഠി പറഞ്ഞത് പവൻ കുമാർ സിംഗ് എന്ന് പറയുന്ന ഒരു ഹിന്ദു പുരുഷൻ ഒരു മുസ്ലിം സ്ത്രീയായിട്ടുള്ള സോനം എന്ന് പറയുന്ന സ്ത്രീനെ ഇതേപോലെ തന്നെ കഴുത്തറുത്ത് കൊന്നു. ഇവരും പ്രണയത്തിലായിരുന്നു. അങ്ങനെ ആ പ്രണയം ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പവൻ കുമാർ ഈ മുസ്ലിം പെൺകുട്ടിനെ കഴുത്തറുത്ത് കൊന്നത്. ഇത് ചർച്ചയായോ? ഇല്ല. അപ്പൊ അതാ പറഞ്ഞത്, ഇവർക്ക് വേണ്ട എലിമെന്റ് കിട്ടിയാൽ മാത്രമേ ചർച്ച ചെയ്യൂ, അത് വെച്ചിട്ട് വേണം ഹിന്ദുക്കളെ മുഴുവൻ ഭയപ്പെടുത്താൻ എന്നാണ് ധ്രുവ് റാഠി ആ വീഡിയോയിൽ പറയുന്നത്. പിന്നെ അതിനുശേഷം മാർച്ച് 3 18 വയസ്സുള്ള ഒരു മുസ്ലിം സ്ത്രീ, പേര് നഈമ, ഉത്തർപ്രദേശിലെ ഷാമിലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീ സത്യത്തിൽ ഒരു ഹിന്ദുവിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഈ സ്ത്രീനെ തട്ടിക്കൊണ്ടുപോയത്. അതായത് രണ്ടും പ്രണയത്തിലാണ്, അങ്ങനെ ലിവിങ് ടുഗദറിന് വേണ്ടി പോയതാണ്. മുസ്ലിം പെണ്ണ്, ഹിന്ദു പുരുഷൻ, അങ്ങനെ കൊണ്ടുപോയതിനു ശേഷം അവർ തമ്മിൽ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല, ആസ്വദിക്കാനാണെന്ന് പറയുന്നു. അങ്ങനെ ഈ ഒരു മുസ്ലിം പെണ്ണിനെ കഴുത്തറുത്ത് കൊല്ലുന്നു ഈ ആശു കുമാർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആശു കുമാർ എന്ന് പറയുന്നത് ഹിന്ദു ആയത് കാരണം മരണപ്പെട്ടതാണെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടി ആയത് കാരണം തന്നെ യാതൊരു ചർച്ചയും എവിടെയും തന്നെ ഉണ്ടായില്ല. ആരുടെയും മതവികാരം ഇളകിയത് പോലുമില്ല, പൊട്ടിത്തെറിച്ചതൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം. എന്നിട്ട് കൊന്നിട്ടൊരു കിണറ്റിൽ തള്ളി എന്നാണ് ഈ കേസ്. ഈ പോലീസുകാരാണെങ്കിലോ ഇയാളെ പിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ഏതാണ്ട് 4-5 സംസ്ഥാനങ്ങൾ അരിച്ച് പെറുക്കിയതിന് ശേഷമാണ്, 12 ദിവസം എടുത്തതിന് ശേഷമാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റിയത് എന്നാണ് പോലീസുകാർ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതിന്റെ അടുത്ത സംഭവമാണ് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതായത് ഒരു മുസ്ലിം സ്ത്രീനെ ബലാത്സംഗം ചെയ്തതിനു ശേഷം കുറെ ഹിന്ദു പുരുഷന്മാർ ചേർന്നിട്ട് തീയിട്ട് കൊന്നു ആ സ്ത്രീനെ. ആ വാർത്തയാണിത്. ഗുൽനാസ് ഖാത്തൂൻ 20 വയസ്സായിട്ടുള്ളൂ. ഈ 20 വയസ്സായ പെൺകുട്ടിനെയാണ് ഒരുപാട് നരാധവന്മാരായിട്ടുള്ള ഹിന്ദു നാമധാരികൾ വന്നിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നത്. എന്നിട്ട് തീയിട്ട് കത്തിച്ച് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കൊല്ലുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് മാത്രമല്ല, ബലാത്സംഗം ചെയ്ത ആളല്ലോ, ചെയ്ത ആ ഹിന്ദു പുരുഷനുണ്ടല്ലോ, അയാള് ഈ ഒരു പെണ്ണിന്റെ പിന്നാലെ ഒരുപാട് കാലമായി വിവാഹം കഴിക്കണം പറയുന്നത് നടക്കുന്നു. പക്ഷെ ആ സ്ത്രീ നടക്കില്ല എന്ന് പറഞ്ഞു. കാരണം വേറെ മതമാണല്ലോ, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ദേഷ്യം കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഈ കേസിൽ ഈ പോലീസുകാർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഈ മുസ്ലിം പെൺകുട്ടികളെ ഹിന്ദു നാമധാരികൾ കൊല്ലുമ്പോ ഉത്തരേന്ത്യയിലായാലും എവിടെ ആയാലും പോയിട്ട് പോലീസിൽ പരാതി പറഞ്ഞാല് പോലീസ് പരാതി സ്വീകരിക്കുക പോലുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്രക്കധികം ഇരട്ടത്താപ്പാണ് ഇന്ത്യയിൽ ഈ മുസ്ലിം സമൂഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും പറയുന്നത് ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിങ്ങൾ കൊല്ലുന്നു, അറുത്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നു, ആ ഒരു സംഭവം മാത്രം ഉപയോഗിച്ചിട്ട്. പക്ഷെ അതിനുശേഷം 100 കണക്കിന് സംഭവങ്ങൾ ഇതുപോലത്തെ ഉണ്ടാവുന്നുണ്ട്. മുസ്ലിം പെൺകുട്ടികളെ കൊല്ലുന്നതും ഹിന്ദു പെൺകുട്ടികളെ ഹിന്ദുക്കൾ തന്നെ കൊല്ലുന്നതൊക്കെ. പക്ഷെ അതൊന്നും തന്നെ ആർക്കും ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ തുടർന്ന് ധ്രുവ് റാഠി പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സംഭവം കൂടി ധ്രുവ് റാഠി പറയുന്നത് കേട്ടു നോക്കാം. ഈ ഒരു സംഭവം ബീഹാറിൽ നടന്നതാണ്. അതായത് രാമസാഹു എന്ന് പറയുന്ന ഒരാള് മൂപ്പര് ഈ ഭാര്യനെ കൂട്ടിക്കൊണ്ടുവരാനോ മറ്റോ ഭാര്യ വീട്ടിലേക്ക് പോയതാണ്. അങ്ങനെ പോയ സമയത്ത് അവിടെ തർക്കം നടന്നിട്ട് സ്വന്തം ഭാര്യനെ കഷ്ണങ്ങളാക്കി അറുത്ത് വേർപ്പെടുത്തി. തടയാൻ വേണ്ടി ചെന്ന 19 വയസ്സുള്ള മകളിനെയും കുത്തിക്കൊന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ സംഭവം ആരും തന്നെ ചർച്ച ചെയ്തത് പോലുമില്ല. ഇതിലെങ്ങാനും പേരെങ്ങാനും അങ്ങോട്ടും കൂടി മാറിയിട്ടുണ്ടെങ്കിൽ ഭീകരമായ രീതിയിൽ ചർച്ച നടക്കേണ്ട സംഭവമായിരുന്നു. പക്ഷെ ഇവിടെ കൊല്ലുന്നതും മരിച്ചതൊക്കെ ഹിന്ദു ആയത് കാരണം തന്നെ യാതൊരു തരത്തിലുള്ള ചർച്ചയും ഉണ്ടായില്ല എന്നാണ് ഈ ധ്രുവ് റാഠി പറയുന്നത്.
അതേപോലെ തന്നെ മറ്റൊരു സംഭവത്തിൽ വിപുൽ സിംഗ് എന്ന് പറയുന്ന ഒരു ഹിന്ദു പുരുഷൻ പബ്ലിക്കായിട്ട് ഭീഷണി മുഴക്കാണ്, ഉത്തർപ്രദേശിലെ മറ്റോ പബ്ലിക്കായിട്ട് ഭീഷണി മുഴക്കാണ്, ഞാൻ എല്ലാ മുസ്ലിം സ്ത്രീകളെയും ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു. അയാൾക്കെതിരെ ഒരു കേസും ഇല്ല, അറസ്റ്റും ഇല്ല, ചർച്ചയില്ല, ഒന്നുമില്ല. അപ്പൊ ഈ രൂപത്തിലുള്ള ഇരട്ടത്താപ്പ് അതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അതിനുശേഷം നടന്ന മറ്റൊരു സംഭവം, ഇത് നിങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. പക്ഷെ എന്നാലും ഇതില് യാതൊരു തരത്തിലുള്ള ഒരു മതത്തിന്റെ ആംഗിൾ കടന്നു വന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്താണ് സംഭവം? ഈ ഫോട്ടോയിൽ കാണുന്ന ഐനാസ് എന്ന് പറയുന്ന ഒരു എയർ ഹോസ്റ്റസ് കർണാടകയിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഒരു പ്രവാസിയുടെ മകളാണ്. ഈ ഒരു ഐനാസിനെ പ്രവീൺ എന്ന് പറയുന്ന ഒരാള് ഈ ഐനാസിന്റെ വീട് തെരഞ്ഞു കണ്ടുപിടിച്ച് വന്നിട്ട് കഴുത്തറുത്ത് കൊന്നു. അങ്ങനെ കഴുത്തറുത്ത് കൊല്ലുമ്പോ തടയാൻ വേണ്ടി ചെന്ന ഐനാസിന്റെ ഉമ്മനെയും അനുജനെയും വെട്ടിക്കൊന്നു ഈ പ്രവീൺ എന്ന് പറയുന്ന ഈ ഒരു ഹിന്ദു പുരുഷൻ. പക്ഷെ യാതൊരു തരത്തിലുള്ള മതത്തിന്റെ ആംഗിളും ഇതിൽ കടന്നു വന്നില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ കുറച്ചൊക്കെ ഈ വാർത്ത അവിടെയൊക്കെ വായിച്ചതാണെങ്കിൽ ഇപ്പൊ മറന്നിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ മറന്ന വാർത്തകളൊക്കെ തന്നെയാണ് ധ്രുവ് റാഠി ഇപ്പൊ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഒരു സംഭവം വെച്ചിട്ട് മുഴുവൻ മുസ്ലിങ്ങളും ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി നടക്കുന്നവരാണെന്ന് BJP-ക്കാർ കാണിക്കുമ്പോൾ നൂറുകണക്കിന് സംഭവങ്ങൾ അതിനെതിരെ പറയുകയാണ് സത്യത്തില് ധ്രുവ് റാഠി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഈ ഒരു കർണാടകത്തെ സംഭവം. പിന്നെ അതിന്റെ അടുത്ത സംഭവമാണ് ഈ കാണുന്നത്. അതായത് പോലീസ് പറയുന്നത് ഏപ്രിൽ 3-ാം തീയതി, കഴിഞ്ഞ വർഷം ഏപ്രിൽ 3-ാം തീയതി റുക്ഷാർ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടിനെ വിപുൽ ടൈലർ എന്ന് പറയുന്ന ഒരു ഹിന്ദു പുരുഷൻ കഴുത്തറുത്ത് കൊന്ന ഒരു കേസ് പോലീസിന് ഫോൺ വരുന്നു. പോലീസ് ആ സംഭവ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ആ റുക്ഷാറിന്റെ പിതാവായിട്ടുള്ള മുസ്തഖീം പറയുന്നത്, എന്റെ മകള് ഈ വീട്ടിൽ തന്നെ മേലെ ഒരു റൂമില് ഈ പറഞ്ഞ വിപുൽ ടൈലർ എന്ന് പറയുന്ന ഈ ആളുമായിട്ട് ഇങ്ങനെ ഈ ലിവിങ് ടുഗദർ നടത്തുകയായിരുന്നു. ഇന്ന് രാവിലെ എന്റെ മകളുടെ കഴുത്തറുത്ത് കൊന്നിട്ട് അയാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു പരാതി പോലീസിന് കൊടുക്കുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന മുഖം മൂടി ഇട്ടിരിക്കുന്ന ആളാണ് ആ ഒരു വിപുൽ ടൈലർ എന്ന് പറയുന്ന ഹിന്ദു പുരുഷൻ. അപ്പോ ഇവിടെ വീണ്ടും ഒരു മുസ്ലിം പെൺകുട്ടിനെയാണ് കൊന്നിട്ടുള്ളത്, കഴുത്തറുത്ത് കൊന്നിട്ടുള്ളത്. ഇതൊന്നും തന്നെ പ്രത്യേകിച്ച് ഒരു ചർച്ചയാവുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വലിയ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലോ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലോ ആരെങ്കിലും ഇതിൽ പറയുകയോ ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഇതൊന്നും തന്നെ വലിയൊരു ചർച്ച നിങ്ങൾക്ക് ഒരു ചാനലിലും കാണുക അസാധ്യമാണ്. ഇതൊക്കെ ധ്രുവ് റാഠി ഓരോ സ്ഥലത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും തന്നെ വലിയൊരു ചർച്ചയായിട്ട് എവിടെയും കേട്ടിട്ട് പോലും ഇല്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. പിന്നെ അതിന്റെ അടുത്ത സംഭവമാണ് ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. റുക്സാന 21 വയസ്സ്, പ്രദീപ് നായക് എന്ന് പറയുന്ന 31 വയസ്സുള്ള ഒരു ഹിന്ദു പുരുഷൻ ഈ റുക്സാന എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിയുടെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു എന്നതാണ് വാർത്ത. മാർച്ച് 31-ാം തീയതി, അതായത് ഈ ശ്രദ്ധ വാക്കറിന്റെ സംഭവത്തിനൊക്കെ ശേഷമുള്ള സംഗതിയാണിത്. അപ്പൊ ഈ പ്രദീപ് എന്ന് പറയുന്ന ഈ ഒരാൾ റുക്സാനയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ റുക്സാന പറയുന്നത് എന്നെ വിവാഹം കഴിക്കണം എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കൊന്നിട്ട് തീയിടുന്നു എന്നാണ് ഈ ഒരു കേസ് പറയുന്നത്. പിന്നെ ധ്രുവ് റാഠി പറയുന്നത്, അതായത് ഈ സർക്കാരിന്റെ തന്നെ റിപ്പോർട്ട് പ്രകാരം ഒരൊറ്റ വർഷം 2022 മാത്രം 4.5 ലക്ഷം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. 4.5 ലക്ഷം. അതിൽ ഏതാണ്ട് 14-ഓളം സ്ത്രീകളെ വെട്ടിക്കൊന്നിട്ടുണ്ട്, കഴുത്തറുത്ത് കൊന്നിട്ടുണ്ട്, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നിട്ടുണ്ട്. ഈ 14-ത്തില് കൂടുതലും ഹിന്ദു നാമധാരികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മുസ്ലിങ്ങൾ വളരെ കുറച്ചുള്ളൂ, ചെറിയൊരു ശതമാനമുള്ളൂ. പക്ഷെ എന്നാലും എല്ലാം മറച്ചു വെച്ചതിന് ശേഷം ചർച്ച ചെയ്യുന്നതാണെങ്കിലോ വെറും മുസ്ലിം 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 എന്നുള്ളത് മാത്രമാണ്. കാരണം അതിന്റെ ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കാരണമാണ് ഇപ്പൊ BJP ഇങ്ങനെ ഭരണത്തിലൊക്കെ ഇരിക്കുന്നത് തന്നെ. കാരണം ഈ സമൂഹത്തിൽ ഇങ്ങനെ ഭിന്നത വരുത്തണല്ലോ. ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചു കൊടുത്തതാണ് ഡിവൈഡ് ആൻഡ് റൂൾ. ആ ഒരു സ്വഭാവമാണ് ഈ BJP-ക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ എന്തുണ്ടെങ്കിലും മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ മാത്രമേ ചർച്ച ചെയ്യൂ. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീകളെ കൊല്ലുന്നത് ഹിന്ദുക്കൾ തന്നെയാണ് എന്ന് വളരെ വ്യക്തമാക്കി തരുന്ന ഒരുപാട് കേസുകൾ ഉണ്ട് എന്നത് തന്നെയാണ് ഈ ധ്രുവ് റാഠി മൂപ്പരുടെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ധ്രുവ് റാഠി പറയുന്നത് വളരെ കൃത്യമായ ഗുരുതരമായ ഒരു സംഗതിയാണ്. അതായത് മുസ്ലിം പേര് ഉൾപ്പെട്ടാൽ മാത്രമേ ഹിന്ദു സ്ത്രീകളോട് ഒരു ഭയങ്കര സ്നേഹം ഉണ്ടാവുള്ളൂ, ഹിന്ദു സ്ത്രീകളുടെ ജീവനൊക്കെ ഭയങ്കര വില അപ്പോഴേ ഉണ്ടാവുള്ളൂ. അതല്ലാത്ത സമയത്ത്, അതായത് ഒരു ഹിന്ദു നാമധാരി ഒരു ഹിന്ദു പെൺകുട്ടിയെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വായ തുറക്കില്ല. പ്രത്യേകിച്ച് ഒരു BJP-ക്കാരനാണ് ഹിന്ദു സ്ത്രീകളെ കൊല്ലുന്നതെങ്കിൽ പിന്നെ പറയും വേണ്ട, ഇവരുടെ വായ ആകെ പശ തേച്ച് ഒട്ടിച്ച പോലും. ആ സമയത്ത് പിന്നെ യാതൊരു തരത്തിലുള്ള ഹിന്ദു പ്രണയം ഒന്നും ഉണ്ടാവില്ല. ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി ചെറുതായിട്ട് പോലും
മുതലക്കണ്ണീർ ഒഴുക്കൂല. അതിന്റെ ഉദാഹരണമാണല്ലോ ഈ ഗുസ്തി കളിക്കാരികളെ ബലാത്സംഗം ചെയ്ത ബ്രിജ്ഭൂഷൺ സിംഗ്. അയാൾ ഹിന്ദു ആണല്ലോ, അയാൾ ബലാത്സംഗം ചെയ്തത് ഹിന്ദു സ്ത്രീകളെയാണല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്ന് മാത്രമല്ല, ആ പെൺകുട്ടികള് ന്യായം കിട്ടാൻ വേണ്ടിയിട്ട് തെരുവിൽ കിടന്ന് സമരം ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ഒരു രക്ഷ ഉണ്ടായില്ല. മോദി ഒന്നും തിരിഞ്ഞു നോക്കിയത് പോലില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഹിന്ദു പെൺകുട്ടികൾ ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹം ഒന്നും തന്നെ നമ്മളവിടെ കണ്ടതുമില്ല. എന്തിനീ ഹത്രസിലത്തെ സംഭവം? ഹത്രസിൽ ഒരു ഹിന്ദു പെൺകുട്ടിനെ തീയിട്ട് കൊന്നത് പോലീസുകാരാണ്. എന്നുവെച്ചാൽ ഈ ഹിന്ദു പെൺകുട്ടികളെ കൊല്ലുന്നത് BJP-ക്കാരാണെങ്കിൽ പിന്നെ യാതൊരു പ്രശ്നമില്ല. പിന്നെ ഹിന്ദു പെൺകുട്ടികളുടെ ജീവനൊന്നും ഒരു വിലയില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം, ആ രൂപത്തിലാണ്. അപ്പൊ കാരണം എന്താ വെച്ചാൽ അത് തട്ടിക്കളിക്കാനുള്ള യാതൊരു അവസരവും ഇല്ലല്ലോ. അങ്ങനെ ഒരുപാട് സംഗതികൾ വേറെയും ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഉണ്ടാവുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പൊ ഇന്നലെ ഒരു സംഭവം നടന്ന് കർണാടകയിൽ. അതായത് ഈ മോദി നേരിട്ട് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊടുത്ത ഒരു നേതാവുണ്ട്, NDAയുടെ ഒരു നേതാവാണ്. മൂപ്പരുടെ പേര് പ്രജ്വൽ രേവണ്ണ എന്നാണ്. കർണാടകയിലത്തെ ഒരു BJP അനുഭാവിയായിട്ടുള്ള ഒരു നേതാവാണ്. മൂപ്പരുടെ പേരിൽ ഇപ്പൊ 3000-ഓളം ഹിന്ദു പെൺകുട്ടികളെ പീഡിപ്പിച്ച വീഡിയോകൾ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പൊ അത് വൈറലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ രൂപത്തിലാണ് ഇവര്, അതായത് BJP-ക്കാര് ഹിന്ദു പെൺകുട്ടികളെ എങ്ങനെ നശിപ്പിച്ചാലും കുഴപ്പമില്ല. 3000-ഓളം വീഡിയോകളാണ് ഇത്ര ഹിന്ദു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത്. ഈ ഒരാള്, ഈ പറഞ്ഞ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന ഈ ഒരാളുടെ പെൺഡ്രൈവിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ BJP-ക്കാർ എത്ര ഹിന്ദു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഒരു കുഴപ്പമില്ല. ഈ ശ്രദ്ധ വോക്കറിനെ ഒരു അഫ്താബ് എന്ന് പറയുന്ന ഒരു മുസ്ലിം കഴുത്തറുത്ത് കൊന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചില്ലേ, അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ നടക്കുന്നത്. പിന്നെ BJP-ക്കാർ ചെയ്യുന്ന മറ്റൊരു പരിപാടിയാണ്, അതായത് BJP നേതാക്കന്മാരാണ് ഇതുപോലെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതെങ്കിൽ ആ BJP നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് വലിയ വലിയ പ്രതിഷേധ റാലികൾ അവർ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് ഈ ഇരയായിട്ടുള്ള ഹിന്ദു സ്ത്രീകളുണ്ടല്ലോ, അവരെ അവഗണിച്ചുകൊണ്ട്, അവരെ കൂടുതൽ അവഹേളിച്ചുകൊണ്ട് ഈ ബലാത്സംഗയുടെ കൂടെ നിന്നിട്ടാണ് ഇവര് വലിയ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുക. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കുൽദീപ് സിംഗ് സെങ്കർ എന്ന് പറയുന്ന സംഭവം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, എത്രയോ സ്ത്രീകളൊക്കെ ബലാത്സംഗം ചെയ്ത ഒരാളാണ് അയാള്. അയാൾക്ക് വേണ്ടിയിട്ട് ഈ BJP-ക്കാർ വലിയ പ്രകടനങ്ങളൊക്കെ നടത്തിയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതാണ് ഇവരുടെ ഈ ഹിന്ദു പ്രണയം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് ജാടയാണ്. ഇവർക്ക് ആകെ വേണ്ടത് ഹിന്ദു മുസ്ലിം കലാപമാണ്. അതിനു വേണ്ടിയിട്ടുള്ള എന്ത് അടവും ഇവർ പ്രയോഗിക്കും എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ ധ്രുവറാട്ടി മുപ്പര വീഡിയോയിൽ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഓരോന്ന് കാണിച്ചു തരുന്നത്. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായല്ലോ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അറിയാതിരിക്കാൻ യാതൊരു വലിയ മറന്നതാവും. അതായത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയില് ഒരുപാട് ഹിന്ദു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു 3 പേര് ചേർന്നിട്ട്. അതപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടത്. ആ 3 പേരും BJP IT സെല്ലിന്റെ പ്രവർത്തകരുമാണ്, അവിടെ പഠിക്കുന്നവരുമാണ്. അപ്പൊ ഈ 3 പേര്, ഇപ്പൊ ഫോട്ടോയിൽ കണ്ട ഈ 3 പേരുണ്ടല്ലോ, ആ 3 പേരും BJP പ്രവർത്തകരുമാണ്. അവരുടെ ഫോട്ടോ ആരൊക്കെ കൂടെയാണ്? യോഗിയുടെ കൂടെ, മോദിയുടെ കൂടെ, നദ്ദയുടെ കൂടെ ഒക്കെയാണ് ഉള്ളത്. എന്നുവെച്ചാൽ അത്രയും ഇവരുടെ ഹൈ ലെവൽ, BJP-യുടെ ഹൈ ലെവൽ ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ് ഇവർ, ഈ ബലാത്സംഗികൾ. ഈ ബലാത്സംഗികൾ ഇങ്ങനെ ഹിന്ദു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തപ്പോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോണിൽ നിന്നെങ്കിലും ആ ഹിന്ദു പെൺകുട്ടികൾക്ക് വേണ്ടി കരയുന്നത് നിങ്ങൾ കേട്ടോ? ഒരിക്കലും ഇല്ല. കാരണം എന്താണ്? അത് BJP-ക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്ത്രീകൾക്കൊന്നും വിലയില്ല. പിന്നെ ഉള്ള വില ഈ ബലാത്സംഗികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് പിന്നെ യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ പിന്നെ ഹിന്ദു പ്രണയമോ ഹിന്ദു പെൺകുട്ടികളോടുള്ള സഹാനുഭൂതിയോ ഇരവാദമോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായിട്ടാണ് ധ്രുവാട്ടി ഇവിടെ പറയുന്നത്. പിന്നെ ഈ സംഭവത്തിൽ പറയുന്നത് അങ്കിത ഭണ്ഡാരി എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടി ഒരു റിസോർട്ടിൽ ജോലി ചെയ്യുന്നതാണ്. ആ പെൺകുട്ടിനെ ഒരു BJP നേതാവ് ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ കൊന്നു കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടിയുടെ അച്ഛൻ കംപ്ലൈന്റ് ചെയ്തു പോലീസിനോട് കംപ്ലൈന്റ് ചെയ്തപ്പോൾ ആ ഒരു പരാതി സ്വീകരിച്ചത് തന്നെ ഇല്ല. അങ്ങനെ അയാൾ ഒരുപാട് ഓടി നടക്കേണ്ടി വന്നു. അങ്ങനെ ആ ഒരു അവസരത്തിൽ ഒരു പത്രക്കാരൻ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പത്രക്കാരനെ വരെ പിടിച്ച് ജയിലിലിട്ടു. അപ്പൊ എന്താണ്? ആ സമയത്ത് ഹിന്ദു പെൺകുട്ടികൾക്കൊന്നും യാതൊരു വിലയില്ലേ? എന്നുവെച്ചാൽ BJP നേതാക്കന്മാരാണ് ബലാത്സംഗം ചെയ്തതെങ്കിൽ പിന്നെ ഹിന്ദു പെൺകുട്ടികൾക്ക് 10 പൈസ വിലയില്ല എന്നാണ് ഈ സംഭവം ഇവിടെ കാട്ടിത്തരുന്നത്. അങ്ങനെ ഓരോരോ സംഭവങ്ങളാണ് ധ്രുവറാട്ടി പ്രത്യേകം എടുത്തു കാണിക്കുന്നത്. ശ്രദ്ധ വോക്കറുടെ കേസിൽ ഒരുപാട് BJP-ക്കാർ ക്യൂ നിന്നിട്ടാണ് മുതലക്കണ്ണീർ ഒഴുക്കിയിരുന്നത്. പക്ഷെ എന്നിട്ട് പോലും ഈ ശ്രദ്ധ വോക്കറിനെ പോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരൊറ്റ മുസ്ലിം സംഘടനകളും മുസ്ലിം പേരുള്ളവനെ സപ്പോർട്ട് ചെയ്യുകയില്ല. അവനെ തൂക്കിക്കൊല്ലണം, അവനെ ശിക്ഷിക്കണം എന്നേ പറയുള്ളൂ. ഒരു തരത്തിലും കുറ്റവാളികളിനെ ഒരു മുസ്ലിം സംഘടനയും കേരളത്തിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷെ നേരെ തിരിച്ചാണെങ്കിലോ, ഈ പറഞ്ഞ BJP-ക്കാർ ഹിന്ദു സ്ത്രീനെ കൊല്ലുകയോ മുസ്ലിം സ്ത്രീനെ കൊല്ലുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബലാത്സംഗിക്ക് വേണ്ടിയിട്ട് പ്രതിഷേധ റാലികൾ തന്നെ നടക്കപ്പെടും സപ്പോർട്ട് ചെയ്തുകൊണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ഒരു മുസ്ലിം സംഘടനയും ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ ഈ ധ്രുവറാട്ടി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതേ ശ്രദ്ധ വോക്കറുടെ കേസിൽ, അതായത് ആ ഒരു സംഭവത്തിന് നല്ല മസാല കിട്ടണമല്ലോ, അങ്ങനെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ എന്ത് ചെയ്ത്, ഏതോ റഷീദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി
ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അഫ്താബിനെ. അതായത് ഹിന്ദു പെൺകുട്ടിനെ കൊന്നത് വളരെ നന്നായുള്ളൂ, അങ്ങനെ ഓരോരോ ഹിന്ദു പെൺകുട്ടികളെ കൊല്ലണം പറഞ്ഞിട്ട് ഒരു റഷീദ് എന്ന പേരുള്ള ഒരുത്തൻ ഒരു സാമൂഹിക മാധ്യമത്തിൽ ഇങ്ങനെ തുരിതുരേനെ കമന്റ് ഇടാണ്. അങ്ങനെ പോലീസ് അന്വേഷിച്ചെന്ന് അയാളെ അറസ്റ്റ് ചെയ്തപ്പോ എന്താണ്, അയാളുടെ പേര് റഷീദ് എന്നല്ല, അയാളുടെ പേര് യഥാർത്ഥത്തിൽ വികാസ് കുമാർ എന്നായിരുന്നു. എന്ന് വെച്ചാൽ മുസ്ലിം ഐഡന്റിറ്റിയിൽ വന്നിട്ട് ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കുക, മനസ്സിലായില്ലേ? അതായത് ഹിന്ദു പെൺകുട്ടി, ഞങ്ങളുടെ ഹിന്ദു പെൺകുട്ടികളെ കൊല്ലുന്നത് കണ്ടില്ലേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് മുസ്ലിങ്ങൾ അത്രയും ക്രൂരന്മാരാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ സ്വയം മുസ്ലിമായി ചമഞ്ഞുകൊണ്ട് മുസ്ലിമിന്റെ പേരിട്ടുകൊണ്ട് ഈ അഫ്താബ് ചെയ്തത് വളരെ നല്ല കാര്യമായി എന്നൊക്കെ പറയരുത്. പക്ഷെ പിടിക്കപ്പെട്ടപ്പോഴും ആളൊരു ഹിന്ദു തന്നെയായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പോലീസിന് പിടികിട്ടി. പിന്നെ അതിന്റെ ശേഷം എന്ത് നടന്നെന്നറിയില്ല. പിന്നെ മാനസിക രോഗ പട്ടം കൊടുത്തിട്ട് വെറുതെ വിട്ടിട്ടുണ്ടാവും. എന്തായാലും ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാണ്. പിന്നെ അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് മറ്റൊരു വീഡിയോ വൈറലായി. അതായത് കുറെ ഹിന്ദു സ്ത്രീകൾ ഒരാളിനെ അടിച്ചു ഓടിക്കുന്നുണ്ട്. അപ്പൊ ആ അടിച്ചു ഓടിക്കുന്ന സമയത്ത് ആ വീഡിയോ എടുത്തിട്ട് അതിന് വേറെ ക്യാപ്ഷൻ ഇട്ടിട്ട്, അതായത് ഈ ഹിന്ദുത്വ തീവ്രവാദികള് ഇങ്ങനെ ഈ ക്യാപ്ഷൻ ഇട്ടിട്ട് പറഞ്ഞു, കണ്ടോ കണ്ടോ ലവ് ജിഹാദിന്റെ ഒക്കെ അവസാനമായി, കണ്ടോ മുസ്ലിം പുരുഷന്മാരുടെ ഹിന്ദു സ്ത്രീകൾ ധീരമായിട്ട് ആട്ടി ഓടിച്ച് അടിച്ച് ചമ്മന്തിയാക്കുന്നു പറഞ്ഞിട്ടാണ് ആ വീഡിയോ കാണിച്ചത്. സത്യത്തില് ആ വീഡിയോയിൽ കാണിച്ചത് അവിടെ മുസ്ലിങ്ങളെ ഇല്ല, അതൊരു ഹിന്ദു തന്നെ ആയിരുന്നു എന്നാണ് ധൂർ ആട്ടി പറയുന്നത്. കേട്ടു നോക്കാം. കണ്ടില്ല, അയാളുടെ പേര് കപിൽ ചൗഹാൻ എന്നായിരുന്നു. അയാള് സ്ത്രീകളെ പീഡിപ്പിച്ചതാണ്. അങ്ങനെ പീഡിപ്പിച്ചപ്പോ ഉത്തർപ്രദേശിലത്തെ ആ ഏരിയയിലുള്ള സ്ത്രീകൾ അയാളെ അടിച്ചോടിച്ചതാണ്. അവിടെ മുസ്ലിം പറഞ്ഞ ഒരു എലമെന്റ് വരുന്നില്ല. എന്നിട്ട് പോലും ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ അവിടെ ഒരു മുസ്ലിം എലമെന്റ് ഇട്ടുകൊണ്ട് മുസ്ലിങ്ങളെ കണ്ടില്ലേ, ഞങ്ങളുടെ ധീരയായ ഹിന്ദു സ്ത്രീകളെ അടിച്ചു ഓടിക്കുന്നു പറഞ്ഞ് കാണിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ. എന്നുവെച്ചാൽ എല്ലാ തുറയിലും പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒരു ഹിന്ദു മുസ്ലിം കലാപത്തിനുള്ള എല്ലാ ചേരുവ ഈ ഒരു സംഘി ഭീകരന്മാർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ദുർവാട്ടി പറയുന്നത്. പിന്നെ ദുർവാട്ടി പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, BJP-ക്കാർക്കെതിരെ ആര് സംസാരിച്ചാലും, അതായത് ഒരു ഹിന്ദു നാമധാരി സംസാരിച്ചാൽ അയാൾ പോലും മുസ്ലിമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക, അതാണ് ചെയ്യുന്നത് ഈ സംഘി ഭീകരന്മാർ എന്നാണ് അവർ പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ധ്രുവറാട്ടി തന്നെയാണ് എന്നാണ് പറയുന്നത്. അതായത് ഇതിപ്പോ ഞാനും കണ്ട വീഡിയോ, അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ ധ്രുവറാട്ടി സത്യത്തിൽ ഇയാളുടെ പേര് ധ്രുവറാട്ടി എന്നല്ല, ഇയാളുടെ പേര് എന്തോ അബ്ദുൾ റഹീം എന്നാണ്, ഒരു മുസ്ലിമാണ്, പാകിസ്ഥാനിലാണ് ജനിച്ചത്. ഈ പറയുന്ന ഈ ധ്രുവറാട്ടിയുടെ അപ്പനും അപ്പൂപ്പനൊക്കെ പാകിസ്ഥാനികളാണ്. അതേപോലെ തന്നെ യൂലി, ഇപ്പൊ മൂപ്പര് വിവാഹം കഴിച്ച മൂപ്പര് ഭാര്യയുടെ പേര് യൂലി എന്നാണ്, ജർമ്മനിക്കാരിയാണ്. ആ സ്ത്രീ സത്യത്തിൽ ജർമ്മനിക്കാരിയല്ല, ആ സ്ത്രീ ജനിച്ചത് പാകിസ്ഥാനിലാണ്. അങ്ങനെ ഒരു മുസ്ലിം കുടുംബമാണ് എന്ന് പറഞ്ഞിട്ടുള്ള പച്ചക്കള്ളങ്ങളാണ് പറഞ്ഞ് പരത്തുന്നത് ഈ സംഘി ഭീകരന്മാർ എന്നാണ് ധ്രുവറാട്ടി പറയുന്നത്. സത്യത്തിൽ ധ്രുവറാട്ടി പാകിസ്ഥാൻ കണ്ടിട്ട് പോലില്ല, മൂപ്പര് ജർമ്മനിയിലും ഇന്ത്യയിലൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് മാത്രമല്ല, ഈ ധ്രുവറാട്ടി ഒരു സവർണനും കൂടിയാണ്, ഹിന്ദു സവർണനാണ്. അങ്ങനത്തെ ഒക്കെ യാഥാർത്ഥ്യം മുന്നിലുണ്ടാകുമ്പോഴാണ് BJP-ന് കുറ്റം പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മൂപ്പരെയും പിടിച്ച് മുസ്ലിം ആക്കാനുള്ള പരിപാടിയാണ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആരായും വേണ്ട, BJP-ക്കാരുടെ കുറ്റം പറഞ്ഞാൽ പിന്നെ അവരുടെ വെച്ചിരിക്കുന്ന പരിപാടി ഇല്ല എന്നുള്ളതാണ് സംഘി ഭീകരന്മാരുടെ ഒരു പൊതു തത്വം എന്നാണ് മൂപ്പർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ശ്രദ്ധ വാക്കറുടെ കേസ് നടന്നതിന് ശേഷം, അതായത് ഈ അഫ്താബ് എന്ന് പറയുന്ന ആള് ഈ ശ്രദ്ധ വാക്കറിനെ അങ്ങനെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര സംഭവം നടന്നതിന് ശേഷം ഇപ്പൊ ഈ ഉത്തരേന്ത്യയിൽ പറഞ്ഞ കുറെ സംഗതികൾ, ധ്രുവറാട്ടി പറഞ്ഞ ഒരുപാട് സംഗതികൾ, പക്ഷെ അതിന് പുറമെ കേരളത്തിൽ എത്ര സംഭവങ്ങൾ നടന്നു? എന്തെങ്കിലും ഒരു ചർച്ച നടന്നതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ചർച്ചയും നടന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ആകെപ്പാടെ നടന്ന ചർച്ച എന്തായിരുന്നു? ആദ്യേ ഏതാ പദം മാറ്റി കൊണ്ടുപോയി, അതായിരുന്നു ഏറ്റവും വലിയ ചർച്ച. പക്ഷെ കേരളത്തിൽ നടന്ന ചില സംഭവങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. എന്താണിത്? അതായത് റാഖി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഒരു ഹിന്ദു പുരുഷൻ കേരളത്തിൽ ചങ്കിൽ കയറിട്ട് കുടുക്കി കൊന്നതിന് ശേഷം ഒരു വലിയൊരു ഓട്ടയുടെ ഉള്ളിലേക്ക്, ഭൂമിയുടെ അടിയിലുള്ള ഒരു ഓട്ടയിലേക്ക് തിരികെ കയറ്റിയിട്ട് ആ സ്ത്രീനെ കാണാതായിട്ട്, പിന്നെ ആ സ്ത്രീയുടെ ശവശരീരം അളിഞ്ഞതിന് ശേഷമാണ് പോലീസ് അതിന്റെ മണം എടുത്തിട്ടാണ് കണ്ടെത്തിയത് എന്നുള്ള വാർത്തയാണ്. ഒരു ഹിന്ദു സ്ത്രീനെ ഒരു ഹിന്ദു ഒരുത്തൻ കേരളത്തിൽ കൊന്നു, ഒരു ചർച്ചയും ഉണ്ടായില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യവുമാണ്. അപ്പൊ ഈ കേസിൽ മരണപ്പെട്ട സ്ത്രീയുടെ പേര് റാഖി എന്നും കൊന്നവന്റെ പേര് അഖിൽ എന്നുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് യാതൊരു ചർച്ചയില്ലാഞ്ഞത് എന്ന് മാത്രമല്ല, ഈ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് വേണ്ടി കരഞ്ഞ് നിലവിളിക്കാൻ ആരും തന്നെ ഉണ്ടായില്ല. ഞങ്ങളുടെ ഹിന്ദു പെൺകുട്ടികളെ ഇതാ കൊല്ലുന്നേ എന്ന് പറയാൻ ആരും തന്നെ ഉണ്ടായതുമില്ല എന്നാണ് ഈ വാർത്തയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. പിന്നെ അതിനുശേഷം നടന്ന മറ്റൊരു സംഭവം, 6 വർഷത്തോളം പ്രണയത്തിലായിരുന്ന സൂര്യപ്രിയ എന്ന് പറഞ്ഞ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ സ്ത്രീനെ കൊന്നത് ഒരു ഹിന്ദു നാമധാരിയായിരുന്നു. അതായത് ആ ഒരു പെൺകുട്ടിയുടെ കാമുകനായിരുന്നു. അവര് വേറെ പിരിഞ്ഞതിന് ശേഷം ഈ ഒരു കാമുകന് ദേഷ്യം പിടിച്ചത് കൊണ്ടാണ് ഈ ഒരു ഹിന്ദു പെൺകുട്ടിനെ കഴുത്തറുത്ത് കൊന്നത് എന്നാണ് ഈ വാർത്ത പറയുന്നത്. പക്ഷെ അവിടെയും നമ്മൾ പ്രത്യേകിച്ച് യാതൊരു ചർച്ചയും കണ്ടില്ല. അപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത് ആദ്യം എങ്ങോട്ട് പോകുന്നു എന്നതായിരുന്നു. അതിനുശേഷം നടന്ന മറ്റൊരു കേസാണിത്. 21 വയസ്സുള്ള അനു എന്ന് പറയുന്ന ഒരുത്തൻ
ആഷിക എന്ന് പറഞ്ഞ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട്, അതായത് ആരുമില്ലാത്ത തക്കം പാർത്ത് കയറി ചെന്നതിന് ശേഷം ഈ ഒരു പെൺകുട്ടിയുടെ കഴുത്തറുത്ത് കൊന്നു. ഈ ഒരു സംഭവം നടന്നതും കേരളത്തിലാണ്. പക്ഷെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ഉണ്ടായോ? ഇല്ല. കാരക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. ഈ സംഭവം വന്നതും പോയതും നമ്മൾ അറിഞ്ഞത് പോലും ഇല്ല. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയുടെ പേരാണ് സൗമ്യ. ഈ സൗമ്യ പുഷ്പകരൻ എന്ന് പറയുന്ന ഈ സ്ത്രീനെ കൊന്നത് അജാസ് എന്ന് പറയുന്ന ഒരു ഹിന്ദു നാമധാരിയായിരുന്നു. മാത്രമല്ല ഈ ഒരു സ്ത്രീ ആണെങ്കിലോ പോലീസ് ഓഫീസറുമാണ്. അങ്ങനത്തെ ഒരു പെണ്ണിനെയാണ് ഈ അജാസ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി പോയിട്ട് എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ കഴുത്തറുത്ത് കൊന്നത് എന്നാണ് ഈ ഒരു സംഭവം പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചും വലിയൊരു ചർച്ച തന്നെ എവിടെയും നമ്മൾ കണ്ടതുമില്ല. കാരണം എന്താണ്, അതിൽ മുസ്ലിം എലമെന്റ് കിട്ടിയില്ല, അതിന്റെ പ്രശ്നം. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് വിനീഷ് എന്ന് പറയുന്ന ഒരാള് ദൃശ്യ എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയുടെ കഴുത്തറുത്ത് കൊന്നു. അങ്ങനെ ഈ ഒരു സംഭവം കുറച്ചൊക്കെ വാർത്തയായിട്ട് വന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ചർച്ച ഒന്നും നമ്മൾ കേട്ടതുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കേരളത്തിലാണ്. പിന്നെ അതിനുശേഷം നടന്ന മറ്റൊരു സംഭവമാണ് അജിൻ റിജി മാത്യു എന്ന് പറയുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു വ്യക്തി ഒരു ഹിന്ദു പെൺകുട്ടിയുടെ കഴുത്തറുത്തെടുക്കുന്നു. എന്ന് മാത്രമല്ല ആ പെൺകുട്ടിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു. കാരണം എന്താണ്, പ്രണയം നിരസിച്ചു എന്നുള്ള കാരണം കൊണ്ട്. അപ്പൊ ഇതിൽ മരണപ്പെട്ടത് 19 വയസ്സുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയായിരുന്നു. എന്തായാലും ഈ ഒരു വാർത്തയിൽ ആ ഹിന്ദു പെൺകുട്ടിയുടെ പേര് കൊടുത്തിട്ടുമില്ല. കാരണം അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഒരുപാട് കേസുകളിൽ പേര് മറച്ചു വെക്കും. കാരണം മുസ്ലിം എലമെന്റ് കിട്ടാത്ത അസൂയം കൂടി ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് ഈ പേര് മറച്ചു വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു വാർത്തയിൽ നിങ്ങൾ കാണുന്നത്, അതായത് നീതു എന്ന് പറയുന്ന ഒരു ഹിന്ദു സ്ത്രീനെ നിധീഷ് എന്ന് പറയുന്ന ഒരുത്തൻ വെടിവെച്ചു കൊല്ലുകയാണ്. ഈ തോക്ക് എവിടുന്ന് വന്നു ഇന്നേ വരെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. അതേസമയം ഇതെങ്ങനെ പേരൊന്നും മാറിയിട്ടുണ്ടെങ്കിൽ ആ തോക്ക് എവിടുന്ന് വന്നു, അതായത് ISIS തീവ്രവാദികളുടെ അടുത്താണോ വന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. ഇത് ഒരു അന്വേഷണവും ഇല്ല. തോക്ക് കൊണ്ടുവന്നിട്ട് ഈ ഹിന്ദു പെണ്ണിനെ ഈ ഹിന്ദു പുരുഷൻ വെടിവെച്ചു കൊല്ലുന്നു. യാതൊരു പ്രശ്നവും ആർക്കും ഇല്ല എന്നതാണ് നമ്മൾ ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊന്ന്, റാഖിൽ പറയുന്ന ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഒരുത്തൻ മാനസ എന്ന് പറയുന്ന ഒരു ഹിന്ദു പെണ്ണിനെ കഴുത്തറുത്ത് കൊല്ലുന്നു. യാതൊരു പ്രശ്നം ആർക്കില്ല. ഇതിനുശേഷം പിന്നെയും കുറെ കൊലപാതകം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കുത്തിപ്പൊക്കിയിട്ട് ഈ വീഡിയോ വളരെ നീട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം, ഈ ക്യാമ്പസിലൊക്കെ എത്രയോ ഹിന്ദു പുരുഷന്മാർ തന്നെ ഹിന്ദു പെൺകുട്ടികളെ കഴുത്തറുത്ത് കൊന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വളരെ വിദഗ്ധമായിട്ട് ആകെ ശ്രദ്ധാവോക്കറുടെ പ്രശ്നം മാത്രമാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ മാത്രമാണ് ഹിന്ദു പെൺകുട്ടികളെ ദ്രോഹിച്ചിട്ടുള്ളത് എന്ന രൂപത്തിലാണ് ഈ സംഭവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു വാർത്ത കൃത്യമായ മർമ്മത്ത് തന്നെ ഇട്ട് കൊടുത്ത അടിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ധ്രുവറാത്തി കൊടുത്ത ഈ ഒരു മറുപടി, ഈ ഒരു വിഷൻ തെരഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു പ്രസന്റ് ചെയ്തത് തന്നെ വളരെ കൃത്യമാണ് എന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോ 2 ദിവസം മുമ്പ് നടന്നൊരു സംഭവമാണ്. എന്താണ് സംഭവം? അടിമാലിയിലെ ഫാത്തിമ കാസിമിന്റെ മരണം, കൊലപാതകം. വാടക വീട് ചോദിച്ചെത്തിയ കൊല്ലം കിളിവന്നൂർ സ്വദേശികൾ പിടിയിൽ. മോഷണ ശ്രമത്തിനിടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്നതാണ് പോലീസ് പറയുന്നത്. KJ അലക്സും കവിതയും പിടിയിലായത്. കണ്ടല്ലേ, KJ അലക്സ് അതേപോലെ തന്നെ കവിത, ക്രിസ്ത്യാനിയും ഹിന്ദുവും ചേർന്നിട്ട് ഒരു പാവം മുസ്ലിം സ്ത്രീയുടെ കഴുത്തറുത്ത് കൊന്നു മോഷണത്തിന് വേണ്ടി വന്നിട്ട്. അപ്പൊ ഈ സംഭവം വലിയൊരു ചർച്ച നമ്മൾ എവിടെയും കണ്ടില്ല. കാരണം എന്താണ്, അത് മുസ്ലിം സ്ത്രീയാണ് മരിച്ചത്, ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഹിന്ദു സ്ത്രീ മരിച്ചിട്ടുണ്ടെങ്കിലും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ഹിന്ദു സ്ത്രീ മരിക്കുന്നത് അതിന് കാരണക്കാരൊരു മുസ്ലിം നാമധാരിയാണെങ്കിൽ മാത്രമേ ചർച്ച ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അത് തന്നെയാണ് എല്ലാ സംഭവങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കാണുന്നത്. അപ്പൊ വെറുതെ അല്ല ഇങ്ങനത്തെ ഒരു വിഷയം തന്നെ ഈ ധ്രുവറാത്തി എടുത്തിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. കാരണം ഇതിന്റെ ലക്ഷ്യം ഒന്നുള്ളൂ, ഹിന്ദുക്കളെ ഭയപ്പെടുത്തുക. നിങ്ങളതായി എല്ലാവരും കൂടി കൊല്ലാൻ വരുന്നു, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മുസ്ലിങ്ങൾക്കെതിരെ ആയുധമെടുക്കുക, മുസ്ലിങ്ങൾ അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇന്ത്യയിൽ നാട്ടി ഓടിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഹിന്ദുക്കളുടെ മുഴുവൻ ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അതിന്റെ തിരശ്ശീലക്ക് പിന്നിൽ മൊത്തം ഈ ഇന്ത്യ മുഴുവൻ വിറ്റ് തുലച്ച് BJPക്കാർ, അതായത് മമിഷി മോദി പോലത്തെ ഈ ആൾക്കാരും പിന്നെ വ്യവസായികളൊക്കെ ചേർന്ന് ഇന്ത്യനെ ഊറ്റി എടുത്തിട്ട് ഏത് രൂപത്തിലാണ് രക്തം ഊറ്റി കുടിക്കുന്നത് അതേപോലെ ഇന്ത്യനെ ജ്യൂസ് പിഴിയുക എന്ന ലക്ഷ്യമാണ് ഈ BJPക്കാർക്കുള്ളത്. അതിന്റെ വലിയൊരു മറവാണ് ഈ മുസ്ലിങ്ങൾ നിങ്ങളെ കൊല്ലാൻ വരുന്നു എന്നുള്ള ഈ ഒരു നെറേറ്റീവ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കൃത്യമായിട്ട് തന്നെ ധ്രുവറാട്ടി മൂപ്പരുടെ വീഡിയോയിൽ എണ്ണി ഓരോ സംഭവങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.